പോലീസോ ആഭ്യന്തര വകുപ്പോ അറിഞ്ഞല്ല ഇ ഡി റെയ്ഡ് എന്ന് സംസ്ഥാന സർക്കാർ. ഇ ഡി നടപടിക്ക് പിന്നിൽ ബി.ജെ.പി കോൺഗ്രസ് ഡീൽ എന്ന CPIM ആരോപണം UDF നേതാക്കൾ തള്ളി. റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രതികരിച്ചില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് അരാജകത്വം ഉണ്ടാക്കാനാണ് CPIM ശ്രമമെന്നാണ് ബി.ജെ.പിയുടെ പ്രതികരണം. പോലീസോ ആഭ്യന്തര വകുപ്പോ അറിയാതെയാണ് ഇ ഡി റെയ്ഡെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇ ഡി ഉദ്യോഗസ്ഥർ പോലീസ് സഹായം തേടിയിട്ടില്ല. കേന്ദ്ര ഏജൻസി ആയ ഇ ഡി കേരള പോലീസിനെയോ ആഭ്യന്തര വകുപ്പിനെയോ ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരവും മുൻകൂർ നൽകുകയോ ഇതിന് കേരള റെയ്ഡ് തുടങ്ങിയ ശേഷം നൽകുകയോ ചെയ്തിട്ടില്ല. എന്നാൽ തിരുവനന്തപുരത്ത് ആസൂത്രിതമായ ഒരു അക്രമമാണ് ഇവിടെ ഉണ്ടായത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഭാഗമാണ് റെയ്ഡെന്ന ആരോപണം UDF നേതാക്കൾ തള്ളി. എന്നാൽ റെയ്ഡിലും CPIMന്റെ ആരോപണത്തിലും മറുപടി പറയാൻ ഡൽഹിയിലുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തയ്യാറായില്ല. UDF നേതാക്കൾ CMRL കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണത്തിൽ മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെ: അതൊക്കെ വന്നുപോയ കാര്യങ്ങളാണ് കോടതിയിലടക്കം. അതിലൊന്നും ഒരുപാട് പേരുകളുണ്ട്, നിങ്ങൾ പത്രക്കാരുണ്ട്. അതിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ കാര്യമില്ല എന്നുള്ളത്. അതിന് മറുപടി അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. മാസപ്പടി കേസിൽ തുടരന്വേഷണമാകാമെന്ന ഹൈക്കോടതി വിധിയുടെ തുടർച്ചയാണ് ഇ ഡി നടപടിയെന്നാണ് BJPയുടെ പ്രതികരണം. തിരഞ്ഞെടുപ്പിൽ തോറ്റതിൽ അരാജകത്വമുണ്ടാക്കാനാണ് CPIM ശ്രമമെന്ന് വി. മുരളീധരൻ MLA. നിയമം കോടതിയിൽ നേരിടാൻ കഴിയാതെ തെരുവിൽ നേരിടുക എന്നുള്ള നിലപാടെടുക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുക. റെയ്ഡിൽ BJP കോൺഗ്രസ് ഡീൽ എന്ന ആരോപണം കടുപ്പിക്കാനാണ് CPIM നീക്കം. കേന്ദ്ര ഏജൻസിയുടെ നടപടിയിൽ കരുതലോടെയാണ് UDF നേതാക്കളുടെ പ്രതികരണമെന്നത് ശ്രദ്ധേയമാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.